വരകും ഡിസ്പെൻസറിൽ 3 വർഷം ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് വരുന്ന എല്ലാവർക്കും എന്താ പറയാ, നല്ല സ്നേഹവും നല്ല നമ്മളോട് ഭയങ്കര വലിയ കാര്യമായിരുന്നു. അന്ന് പോയതിനു ശേഷം ഇപ്പോഴും പലരും വിളിക്കാറുണ്ട്. ചികിത്സയാണ്, ചികിത്സാഭാരം, മരുന്നിന്റെ വില, ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനിടയിലാണ് നമുക്ക് ഇവിടെ ഒരു ജനൌഷധി കേന്ദ്രം എന്ന നിലയിൽ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഒരു ഉദ്ഘാടനം എന്താ വെച്ചാലേ, ഉച്ചാരക്കടവ് പെരിന്തൽമണ്ണ റോഡിൽ പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം, ഒരു മെഡിക്കൽ ഷോപ്പ്, അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. 8 വർഷത്തോളമായിട്ട് ഉച്ചാരക്കടവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹോമിയോപ്പതി ഉണ്ട്. അതിൻ്റെ ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് ഈ ഒരു മെഡിക്കൽ സ്റ്റോർ തുറന്നിട്ടുള്ളത്. ഡോക്ടർ ഫസലുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ കരുവാരകുണ്ടിൽ 3 വർഷത്തോളം ജോലി ചെയ്തിരുന്ന ഡോക്ടർ നസ്രിയ അവരുടെയൊക്കെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതുപോലെ തന്നെ ഇതിന് ഡോക്ടർ ഫസലുർ റഹ്മാനാണ് സ്വാഗതം പറഞ്ഞത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഇക്ബാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ശ്രീ മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുൻഷിർ, രാമചന്ദ്രൻ, നാസർ സഫ, അബ്ദുൽ ജലീൽ ഫൈസി, KV റഹ്മാൻ, അതുപോലെ തന്നെ ഹനീഫ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ആശംസയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ MLAയുടെ വാക്കുകളും അതിനപ്പുറത്ത് ഡോക്ടർമാർ പറയുന്ന കാര്യങ്ങളും. കേന്ദ്രമാണ് ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ആളുകൾക്ക് ചികിത്സയുമായി ബന്ധപ്പെട്ട് താങ്ങാനാവാത്ത ഭാരമാണ്. പലപ്പോഴും പൊതുപ്രവർത്തകരെന്ന നിലയ്ക്ക് ഞങ്ങളുടെയൊക്കെ മുമ്പിലെത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം ആളുകളുടെ ചികിത്സയാണ്. ചികിത്സാഭാരം, മരുന്നിന്റെ വില, ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനിടയിലാണ് നമുക്ക് ഇവിടെ ഒരു ജനൌഷധി കേന്ദ്രം എന്ന നിലയിൽ ഒരു മാന്യമായ വിലക്കുറവിൽ നമുക്കൊക്കെ മരുന്നുകൾ ലഭ്യമാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ കേന്ദ്രം ഒരുപാട് സാധാരണക്കാരായ രോഗികൾക്ക് ആശ്വാസകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളത് കൊടുക്കാൻ കഴിയാത്ത, എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, അത്രത്തോളം കൂടി മാരകമായ അസുഖങ്ങൾ. അത് ചെറുത് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുത് വരുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, മാരകമായ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ. എന്തുകൊണ്ടാണ് അടുത്ത കാലത്ത് ഇത്രത്തോളം കൂടി വരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. 2016 മണ്ണാർക്കാട് താലൂക്കിൽ ഏകദേശം 512ഓളം കിഡ്നി പേഷ്യന്റാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ 2024 എന്ന് പറയുമ്പോൾ 1600 പേഷ്യന്റ്, അതിൽ കൂടുതൽ ആളുകൾക്ക് ഇന്ന് കിഡ്നി പേഷ്യന്റ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ, നമ്മൾ ഡയാലിസിസ് സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു സാഹചര്യം കാണുമ്പോൾ മരണം കണ്ടു കിടക്കുന്ന ആളുകൾ വളരെ ഭയാനകമാണ്. പക്ഷെ എനിക്ക് സന്നദ്ധ പ്രവർത്തകരോടും സാമൂഹിക പ്രവർത്തകരോടൊക്കെ പറയാനുള്ളത്, ഒരു മാസത്തിൽ അതല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ രോഗനിർണയ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് സാധുക്കളായ പാവങ്ങളായ അറിവില്ലാത്ത ആളുകൾക്കൊക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് വലിയ പ്രശ്നങ്ങളിലേക്ക്, ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിന് ചികിത്സകൾ കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തുവായി മാറിയിരിക്കുകയാണ് മരുന്നുകൾ. അപ്പോൾ ഈ വിപണിയിൽ പല വിധത്തിലുള്ള മരുന്നുകളുണ്ട്, പല വിലയുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഒരുവിധം ആളുകളൊക്കെ ഇന്ന് ചികിത്സ ആവശ്യമുള്ള ആളുകളാണ്. മരുന്നുകൾ സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഘട്ടം ഘട്ടമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വലിയ ഒരു ബാധ്യത, ഒരു സാമ്പത്തിക ബാധ്യതയുള്ള ഒരു ഇതായിട്ട് മാറിയിട്ടുണ്ട് ആരോഗ്യ പരിപാലനം. അത്തരം ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ഡോക്ടർ ഫസൽ നമ്മുടെ ഈ പ്രദേശത്ത്, ഈ കൊച്ചു ഗ്രാമത്തില് ഒരു പുതിയ സംരംഭം ആരംഭിച്ചത്. കുറഞ്ഞ രീതിയിൽ, കുറഞ്ഞ വിലക്ക് ഏറ്റവും ഗുണമേന്മയുള്ള മരുന്ന് ലഭിക്കുക എന്ന മഹത്തായ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്ഥാപനം, ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അത് നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ഈ ഘട്ടത്തിൽ ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കുക. കേന്ദ്രം നമ്മുടെ പല ഭാഗത്തുമുണ്ട്. പെരിന്തൽമണ്ണയിലാണെങ്കിലും മേലാറ്റൂരാണെങ്കിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു വീട്ടിൽ മരുന്ന് കഴിക്കാത്ത ആരും ഇല്ലാത്ത അവസ്ഥയാണ്. ഒരാളെങ്കിലും മരുന്ന് കഴിക്കുന്ന വീടാണ് നമ്മളെല്ലാവരുടെയും വീട്. അതായത് സ്ഥിരമായിട്ട്
ഇപ്പോൾ പ്രമേഹമാണെങ്കിലും പ്രഷറാണെങ്കിലും കൊളസ്ട്രോൾ ആണെങ്കിലും അല്ല വേറെ കിഡ്നി പരമായ അസുഖം, അറ്റാക്ക് ഉണ്ടാക്കിയ അസുഖം, എല്ലാവിധ അസുഖങ്ങളും ഒരസുഖവും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഈ ഒരു മരുന്ന് വാങ്ങാനാണ്. കാരണം ഒരു മാസം കുടുംബ ബജറ്റ് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഈ മരുന്നും കൂടി ആവുമ്പോൾ മറ്റേ അവസ്ഥ മോശമാവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്ര നല്ലൊരു സംരംഭം നമ്മുടെ സുഹൃത്തും ഡോക്ടറും കൂടെ ആയിട്ടുള്ള ഫസൽ തുടങ്ങിയെന്നുള്ളതിന് പിന്നെ അയാളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ ഡോക്ടർ ഫസൽ റഹ്മാൻ. പതുക്കെ പറഞ്ഞാൽ മതി അല്ലേ? ഞാൻ ഡോക്ടർ ഫസൽ റഹ്മാൻ 2008 മുതൽ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്ന പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രയുടെ ഒരു ശാഖ മേലാറ്റൂർ ഉച്ചാരക്കടവ് ചെമ്മാണിയൂർ റോഡിൽ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങൾക്കും അതുപോലെ മറ്റു സാംക്രമിക രോഗങ്ങൾക്കും മരുന്ന് കഴിച്ചു വരുന്ന രോഗികൾക്കും സ്ഥിരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്കും വലിയൊരു ആശാകേന്ദ്രമാണ് ജനൌഷധി കേന്ദ്രം. സാധാരണ മാർക്കറ്റിൽ ലഭ്യമാകുന്ന മരുന്നുകൾ 50 മുതൽ 90% വരെ വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ്. മരുന്നുകൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങളായ ബേബി ഡയപ്പർ, സാനിറ്ററി നാപ്കിൻ, പ്രോട്ടീൻ പൗഡർ, എനർജി ഡ്രിങ്ക്സ്, അഡൽട്ട് ഡയപ്പർ തുടങ്ങിയ സാധനങ്ങൾ മാർക്കറ്റ് റേറ്റിന്റെ പകുതി വിലക്ക് ഇവിടെ ലഭ്യമാക്കുന്നു. ഒരാളെ പരിചയപ്പെടുത്തുക എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കരുവാരകുണ്ടില് ചെറിയൊരു കെയർ ഉണ്ടാവും. നമ്മുടെ കരുവാരകുണ്ടില് 3 വർഷത്തോളം നമ്മുടെ ഗവൺമെന്റ് ഹോമിയോ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഡോക്ടർ എല്ലാവരും പറയും. എല്ലാവരും ചെല്ലുമ്പോഴൊക്കെ നമ്മൾ ഉമ്മമാരൊക്കെ പറയും ഡോക്ടർ ഉണ്ടോന്നാവോ എന്നിങ്ങനെ ചോദിക്കുക. നമ്മൾ തന്നെ ഒരുപാട് വീഡിയോ നമ്മുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും പ്രോഗ്രാമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പൊതു പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ മേഡം പറയലുണ്ട്. എന്തായാലും മേഡത്തിന്റെ ഹസ്ബൻഡാണ് ഡോക്ടർ ഫസൽ റഹ്മാൻ സാറ്. അപ്പൊ സാറാണ് ഇപ്പൊ ഇതിനെ തൊട്ട് മുന്നേ ബൈറ്റ് തന്നത്. എന്തായാലും മേഡത്തിന് ചെറിയൊരു ആശംസ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നല്ല ഹായ്. ഞാൻ കരുവാരക്കുണ്ട് ഡിസ്പെൻസറിൽ 3 വർഷം ഉണ്ടായിരുന്നു. അവിടെ സ്ഥിരമായിട്ട് വരുന്ന എല്ലാവർക്കും എന്താ പറയാ, നല്ല സ്നേഹവും നല്ല നമ്മളോട് ഭയങ്കര വലിയ കാര്യമാണ്. അവിടെ പോയതിനു ശേഷം എപ്പോഴും പലരും വിളിക്കാറുണ്ട്, വാട്സപ്പ് മെസ്സേജ് ചെയ്യലുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്ന പല പേഷ്യൻസും ഉണ്ട് ഇപ്പോഴും. അപ്പൊ നല്ല സ്നേഹവും നല്ലൊരു റെസ്പെക്റ്റാണ് കരുവാരക്കുണ്ട് കിട്ടിയിരുന്നത്. ഇപ്പൊ ഞാൻ വെട്ടത്തൂർ ഡിസ്പെൻസറിലേക്ക് ട്രാൻസ്ഫർ ആയി. ഇപ്പം കുറച്ചേരം ലീവിലാണ്. പിന്നെ ഹോമിയോപ്പതി എനിക്ക് തോന്നുന്നു കരുവാരക്കുണ്ടിലെ ജനങ്ങൾക്ക് ഹോമിയോപ്പതിയെ കുറിച്ചിട്ടും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല. പൊതുവേ ജനങ്ങൾക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് പണ്ടത്തെ ഒരു കാഴ്ചപ്പാടിന് ഒരുപാട് മാറി. നമ്മൾ സാധാരണ പറയില്ല അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലാന്ന്. പക്ഷെ ഹോമിയോപ്പതിയിൽ അസൂയക്കും കഷണ്ടിക്കും മരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ പിള്ളേർക്ക് അടിക്കടി ഇപ്പൊ നമ്മൾ ഹോമിയോ ഡിസ്പെൻസറിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് കാണുന്ന കേസുകളാണ്. അവിടെയൊക്കെ കരുവാരക്കുണ്ടൊക്കെ 100-ലധികം OP ദിവസം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ചുമ, ജലദോഷം, കഫക്കെട്ട്, അലർജി പോലത്തെ അസുഖങ്ങൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഒരു 4-5 മാസം ഹോമിയോ കൊടുത്താൽ പൂർണ്ണമായിട്ട് നമുക്കത് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ വലിയവർക്കുണ്ടല്ലോ ഈ അലർജിയുടെ അവസ്ഥ, അതും നമുക്ക് ഹോമിയോപ്പതിയിലാണ് നല്ല ശാശ്വതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉള്ളത്. നമുക്കറിയാം ഹോമിയോപ്പതി മറ്റു പാർശ്വഫലങ്ങളൊന്നും ഇല്ല, മറ്റ് വളരെ ലളിതമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികൾക്ക് കൊടുക്കാനും നല്ല ഈസിയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പ്രായമായവർക്കും അതേപോലെ തന്നെ സാധാരണക്കാർക്കൊക്കെ വരുന്ന വാതരോഗങ്ങളില്ലേ, ഈ തേയ്മാനം, ഉപ്പൂറ്റി വേദന, അതുപോലെ ഇവിടെ ബ്ലോക്കിന്റെ കൈത്തണ്ടിൽ ബ്ലോക്ക് ഉണ്ടാകും, നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നൊക്കെ പറയും. അതുപോലെ ടെന്നീസ് എൽബോ എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളുണ്ട്, നടുവേദന. ഇതിനൊക്കെ വാതരോഗങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ നമ്മൾ വളരെ നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പലർക്കും ഇതിനെ കുറിച്ച് അറിയില്ല കേട്ടോ, അതാണ് ഞാനിതിങ്ങനെ എടുത്തു പറയണേ. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ ഹോമിയോപ്പതിനെ ആശ്രയിച്ചാൽ നമുക്ക് മറ്റു പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത മരുന്നുകൾ നമുക്ക് കഴിക്കാൻ പറ്റും. അതേപോലെ തൈലങ്ങൾ, ഓയിൽമെന്റ് ഒക്കെ ഹോമിയോപ്പതിയിലും ഉണ്ട്. ഇങ്ങനെ ടോണിക്കുകൾ, തൈലങ്ങൾ, സോപ്പ്, ക്രീം, ഓയിൽമെന്റ് ഒക്കെ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ അലർജി, ശ്വാസമുട്ട് മറ്റൊരു കാറ്റഗറിയാണ് അലർജി, ശ്വാസമുട്ട്. അതുപോലെ തന്നെ ഉദര രോഗങ്ങൾ, നമുക്ക് ഈ ഗ്യാസ്, പുണ്ണ്, അതേപോലെ തന്നെ പൈൽസ്, നമ്മള് എന്താ പറയാ മൂലക്കുരു. പൈൽസിനൊക്കെ പലരും പൈൽസ് വന്ന് നേരെ പോയിട്ട് ഓപ്പറേഷൻ ചെയ്യും. അത് കഴിഞ്ഞപ്പോൾ മാറൂല, പിന്നെ വീണ്ടും ഓപ്പറേഷൻ ചെയ്യും. അപ്പൊ ഈ ഓപ്പറേഷൻ ഒന്നും കൂടാതെ നമുക്ക് ഹോമിയോ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നതാണ്. കാരണം അവരുടെ ഡയറ്റിന്റെ ഒക്കെ ഒരു സ്വഭാവം കൊണ്ടായിരിക്കും ഈ നോൺ വെജ് അതൊക്കെ അമിതമായിട്ട് കഴിക്കുമ്പോൾ മിക്ക സ്ത്രീകൾക്കും പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു വരാറുണ്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ വളരെ എന്താ പറയാ, നമുക്ക് ഗ്യാരണ്ടിയാണ് നമുക്കത് മാറ്റി കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഹോമിയോപ്പതി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കൂ. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ വളരെ നന്നായിട്ട് സംരക്ഷിക്കൂ. ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് കൊണ്ടുപോകുക ഹോമിയോപ്പതിയിലൂടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു, നല്ല ആരോഗ്യം നേരുന്നു. നന്ദി.